നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. വാഹനം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ പലരും വാഹനങ്ങൾ എടുക്കാറുണ്ട്, പുതിയ വാഹനങ്ങൾ എടുക്കാറുണ്ട്. ഈ പുതിയ വാഹനം എടുക്കുമ്പോൾ ഈ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുന്നവർ അപൂർവമാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും ലോൺ എടുത്താണ് ഈ വാഹനങ്ങൾ എടുക്കാറുള്ളത്. അപ്പൊ ലോൺ തരുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പല കമ്പനികളിൽ നിന്നും വാഹന ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു വാഹനത്തിന്റെ ലോൺ എടുക്കുമ്പോൾ അവർ ഒരു എഗ്രിമെന്റ് പേപ്പർ നമുക്ക് തരാറുണ്ട്. അപ്പൊ ആ എഗ്രിമെന്റ് പേപ്പർ സാധാരണ നമുക്ക് വായിച്ചു നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ ചെറിയ അക്ഷരങ്ങളിലാണ് അത് എഴുതി വെച്ചേക്കുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെയാണ് ഇതാരും വായിച്ചു നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ആർക്കും വായിച്ചു നോക്കാൻ പറ്റില്ല. അങ്ങനെ അത് വായിച്ചു നോക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വായിച്ചു നോക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവര് ഈ ലോൺ തരത്തതുമില്ല. കാര്യം ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഇതാരും ലോൺ ഒന്നും എടുക്കൂല. അത്രത്തോളം കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. അത് മലയാളത്തിൽ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ പറയണം. മലയാളത്തിലാക്കണം. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഈ എഗ്രിമെന്റ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും വായിച്ചാലും മനസ്സിലാകത്തില്ല. സാധാരണക്കാർക്കൊന്നും ഇതൊന്നും മനസ്സിലാവത്തുമില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും അത് മലയാളത്തിൽ പ്രിന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ആരും വായിച്ചു നോക്കാറില്ല. കാരണം ഒരു വാഹനത്തിന് ലോൺ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആ വാഹനം എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തൊന്നും കെയർ ചെയ്യാറുമില്ല. ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ഇനി വെള്ള പേപ്പറിലാണെങ്കിൽ പോലും നമ്മൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. ഒരിക്കലും വെള്ള പേപ്പറിൽ ഒന്നും എഴുതാത്തൊരു പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് വായിച്ചാൽ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അത് എവിടെ എഴുതി വെച്ചേക്കുന്നത് പോലും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോൺ തരുന്ന സ്ഥാപനത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാല് ഈ ലോൺ അടവിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇതിന്റെ കേസ് എവിടെയായിരിക്കും കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അത് ഈ എഗ്രിമെന്റിൽ ഏത് ഭാഗത്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് സൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇതിനകത്ത് എഴുതി വെച്ചേക്കും ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് നടത്തേണ്ട സാഹചര്യം വന്നാൽ അത് ചിലപ്പോൾ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ ആയിരിക്കും കേസ് കൊടുക്കുന്നത്. അതിന് രണ്ടുപേരും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള എഗ്രിമെന്റ് ആയിരിക്കും അത് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ കൊല്ലം ജില്ലയോ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും താമസിക്കുന്നത്. അപ്പോ ഇതിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കേസ് കൊടുക്കണമെങ്കിൽ കമ്പനിക്കാർ എവിടെ കൊടുക്കും? കോഴിക്കോട് കോടതി കൊണ്ട് കൊടുക്കും. നമുക്ക് തിരുവനന്തപുരത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കൊല്ലത്ത് കിടക്കുന്ന നമുക്ക് കോഴിക്കോട് പോയി കേസ് നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം കമ്പനികളുടെ ഒരു ചതിയാണത്. അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചോദിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വാഹനത്തിന് ലോൺ എടുത്തു, അത് നിങ്ങൾ ഏകദേശം അടച്ചു തീർന്നു. അപ്പോൾ അതിനകത്ത് കുറെ പെൻഡിങ് ഒക്കെ വന്നിരുന്നു. അതിന് ബൗൺസ് ചാർജ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. പെൻഡിങ് എല്ലാം നിങ്ങൾ അടച്ചു തീർത്തെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ബൗൺസ് ചാർജ് ഒക്കെ അവിടെ കിടക്കുന്നിടത്തോളം കാര്യം ഇവർ ഈ വണ്ടിയുടെ NOC തരില്ല. അപ്പൊ നമുക്ക് NOC ഇല്ലെങ്കിൽ നമ്മൾ RC ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. കുറച്ചാൾ കഴിയുമ്പോഴായിരിക്കും ഈ ബൗൺസ് ചാർജ് ഇത്ര രൂപ ബൗൺസ് ചാർജ് ഉണ്ടെന്നും അതിന്റെ പലിശ എല്ലാം കൂടെ കൂട്ടി ഒരു 10-40,000 രൂപ നിങ്ങൾ ബാലൻസ് അടയ്ക്കാനുണ്ടെന്നും പറഞ്ഞ് ഇവര് കോഴിക്കോട് ഉള്ള മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ ഇതിനകത്ത് എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന പോലെ ദൂരെയുള്ളൊരു കോടതിയിൽ നിന്ന് നമുക്ക് സമൻസ് വരും. അപ്പൊ സമൻസ് വരുമ്പോൾ നമ്മൾ പോകത്തില്ല, പിന്നെ അത് വാറണ്ട് ആവും. പിന്നെ എങ്ങനെയെങ്കിലും അത് നമ്മൾ ഒത്തീർപ്പാക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് അടയ്ക്കേണ്ട തുക ആയതാണെങ്കിൽ പോലും പിന്നീട് നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കുകയും ഒരു നല്ലൊരു എമൗണ്ട് അവിടെ കൊടുത്ത് തീർക്കുകയും ചെയ്യും. അപ്പൊ ഈ എമൗണ്ട് മേടിക്കാൻ വേണ്ടിയാണ് കമ്പനികൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വാഹനം മേടിക്കുമ്പോൾ അതിന് ലോൺ അറേഞ്ച് ചെയ്യുമ്പോൾ ലോൺ തരുന്ന സ്ഥാപനവുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം. എല്ലാ സംശയങ്ങളും തീർത്തിട്ട് വേണം ഒരു ലോൺ നിങ്ങൾ വാങ്ങുവാൻ വേണ്ടി. ലോണിന്റെ ഇതുപോലെ തന്നെ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോണിന്റെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കണമെന്നും അതിനകത്ത് ബൗൺസ് ചാർജ് എത്രയായിരിക്കുമെന്നും
അത് ഇതേപോലെ കേസ് കൊടുക്കുവാണെങ്കിൽ എവിടെയാണ് ഇത് കേസ് കൊടുക്കുന്നതെന്നും, പിന്നെ അതുപോലെ തന്നെ ആർബിട്രേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആർബിട്രേറ്ററൊക്കെ അപ്പോയിന്റ് ചെയ്യും കമ്പനി. ആ ആർബിട്രേറ്റർ എവിടെയാണെന്നും, അത് ചിലപ്പോൾ അത് കേരളത്തിൽ പോലും ആയിരിക്കില്ല, ചിലപ്പോൾ അത് പിന്നെ ബോംബെയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ ഒക്കെ ആയിരിക്കും ആർബിട്രേറ്റർ. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആർബിട്രേഷൻ കേസ് നടത്തുന്നത് തന്നെ ബോംബെയിലോ കൽക്കട്ടയിലോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് പോകാൻ എല്ലാം എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നമ്മളുടെ ജില്ലയിലായിരിക്കണം ഈ ആർബിട്രേഷൻ കേസ് നടത്തുന്ന ജില്ലയിലായിരിക്കണം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കേസുകൾ നടക്കുന്നത് തന്നെ നമ്മുടെ ജില്ലയിലുള്ളതായിരിക്കണം. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് ഒരു കേസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ ജില്ലയിലുള്ള കോടതിയിൽ തന്നെ പോയി കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാടാണെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അത് ഈ എഗ്രിമെന്റിൽ എവിടെയാണെന്ന് അവരെ കൊണ്ട് കാണിച്ച് തരാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ലോൺ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ പാടുള്ളൂ. ഈ ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളും ലോൺ കൊടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കമ്പനിയും നിങ്ങൾ ലോൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്ത കമ്പനിയിൽ പോകണം. അതൊക്കെ നമ്മുടെ റൈറ്റ് ആണ്. നമ്മളെ അവർ വിടത്തില്ല എന്നുള്ളത് വേറൊരു ഭാഗം. അവർ എങ്ങനെയെങ്കിലും ലോൺ നമ്മളിൽ നിന്ന് നമുക്ക് തരാനായിട്ട് അവരിയ്ക്കുന്നവരാ. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. പല കമ്പനികളിൽ കയറി ഇറങ്ങി എവിടെയാണോ നമുക്ക് അല്പം ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പലിശയൊക്കെ തരുന്ന എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു വാഹനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലോണിന് സൈൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഈ വിവരങ്ങളൊന്ന് അറിഞ്ഞിരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.